അങ്ങനെ ഇന്നത്തെ എവിക്ഷനിലൂടെ ജാൻമണി പുറത്തായിരിക്കുകയാണ്. ജാൻമണി പുറത്തായെന്ന് ജാൻമണി കേട്ടപ്പോൾ തന്നെ ജാൻമണി ഒന്ന് ഞെടുങ്ങുകയും ഒന്ന് സ്തംഭിച്ചിരിക്കുന്ന പോലെ ആ ഒരു എവിക്ഷൻ പ്രക്രിയ നടന്ന സ്ഥലത്ത് ഇരിക്കുകയും ചെയ്തു. ശേഷം ആ ഒരു ലിവിങ് ഏരിയയിലേക്കൊക്കെ വന്നിട്ട് ഇങ്ങനെ പതുക്കെ തളർന്നു പോകുന്ന രീതിയിലാണ് ജാൻമണി ശരിക്കും അങ്ങ് മറ്റുള്ള ആൾക്കാരൊക്കെ പോകുന്ന പോലല്ല നമുക്ക് ഫീൽ ചെയ്തത്. ഇല്ല, ജാൻമണി ശരിക്കും അങ്ങ് സങ്കടത്തിലായി. കാരണം ജാൻമണി ഒരുപാട് പേരെ വെറുപ്പിച്ചു, അതുപോലെ പ്രേക്ഷകരെയും വെറുപ്പിച്ചു. അത് ഇടയ്ക്ക് തമാശകളൊക്കെ പറഞ്ഞ് ഇതിലേക്ക് പോയി കുറച്ച് ആൾക്കാരെ രസിപ്പിച്ചു, കുറച്ച് ആൾക്കാരെ മുഷിപ്പിച്ചു, അതുപോലെ തന്നെ പിന്നെ വെറുപ്പിക്കുന്ന രീതി സംസാരിച്ചു. അങ്ങനെ പല പല ഇതിലും കടന്നു പോയിട്ടുണ്ട്. പിന്നെ അങ്ങനെ എന്തായാലും ജാൻമണി ലാലേട്ടനോട് ലാസ്റ്റ് ചോദിക്കുന്നുണ്ട്, ലാലേട്ട ഒന്നും കൂടെ കയറ്റിവിടാമോ ആ രീതിയിൽ ലാലേട്ടൻ്റെ അടുക്ക് വന്നിട്ട്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, ഇന്ന രീതിയിൽ കയറ്റിവിടാൻ പറ്റില്ല, ഇതൊരു ഗെയിം ഷോ ആണ്, എന്തായാലും പോയേ പറ്റത്തുള്ളൂ. നമുക്കും അറിയാം എന്തായാലും ജാൻമണി ഒരുപാട് വിഷമത്തോടു കൂടിയാണ്, പോകണമെന്ന് മനസ്സിലൂടെയാണ് പോയത്. ജാൻമണി വിചാരിച്ചില്ല ജാൻമണി പുറത്ത് പോകുമെന്ന്, ഈ അടുത്ത സമയത്ത് പുറത്ത് പോകുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും ഒരു ഞെട്ടലോടെയാണ് ജാൻമണി അതിനെ ഇതായത്. കാരണം ജാൻമണി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പുറത്ത് പോകണം, എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും അത് കണ്ടതാണ്. പക്ഷേ ജാൻമണി പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് പോയതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടായത്. എന്തായാലും ജാൻമണി പുറത്ത് പോയിരിക്കുകയാണ്. അപ്പം നാളെ ഇനി അടുത്ത ഒരാളും കൂടെ പുറത്ത് പോകുന്നുണ്ടെന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അതാരാവും നമുക്ക് നാളെ എന്തായാലും നമുക്കറിയാനായിട്ട് സാധിക്കും. കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്